ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. UAE ടീച്ചിങ് ലൈസൻസ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാനായിട്ട് കോച്ചിങ് അക്കാഡമി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് 100% റിലയബിൾ ആയിട്ട് നിങ്ങളുടെ പെഡഗോജി എക്സാം, നിങ്ങളുടെ സബ്ജക്ട് സ്പെഷ്യലൈസേഷൻ എക്സാം എന്നിവയ്ക്ക് കോച്ചിങ്ങിനായിട്ട് AS അക്കാഡമിയുടെ കോച്ചിങ് ക്ലാസ്സസിൽ എൻറോൾ ചെയ്യാവുന്നതാണ്. ഫേസ് ടു ഫേസ് സെഷൻസ്, സ്റ്റഡി നോട്ട്സ്, മോക്ക് എക്സാംസ് എന്നിവയാണ് AS അക്കാഡമിയിലെ കോച്ചിങ് ക്ലാസിന്റെ പ്രത്യേകതകൾ. AS അക്കാഡമിയുടെ 30 ദിവസത്തെ ഈ കോച്ചിങ്ങിന് ശേഷം നിങ്ങൾക്ക് ധൈര്യമായിട്ട് TLS എക്സാം സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അക്കാഡമിയുടെ അടുത്തതായി തുടങ്ങുന്ന സൈക്കിൾ 2 സൈക്കിൾ 3 പെഡഗോജി ബാച്ചിലേക്ക് എൻറോൾ ചെയ്യുവാനായിട്ട് താഴെ കാണിച്ചിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് പെഡഗോജി എന്നൊരു മെസ്സേജ് അയക്കുക. അക്കാഡമിയുടെ റെപ്രസെൻറ്റേറ്റീവ് നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ടീച്ചിങ് ജോബ്സ് UAE അൺലോക്ഡ് എന്ന സീരീസിന്റെ ഭാഗമായിട്ടുള്ള 24ാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ഡിസ്ക്ലെയിമർ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ വേക്കൻസീസും ഒരു ഇനിഷ്യൽ വെരിഫിക്കേഷന് ശേഷമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ഓരോ ജോബ്സിനും അപ്ലൈ ചെയ്യുക. ഇനി ഏതെങ്കിലും ജോബ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളോട് ആരെങ്കിലും ജോബ് നേടുന്നതിനായിട്ട് ക്യാഷ് ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരിക്കലും നൽകാതിരിക്കുക. അതിന് നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കുകയില്ല. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ നമ്മളുടെ ഇന്നത്തെ വേക്കൻസീസിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ വേക്കൻസി എന്ന് പറയുന്നത് വുഡ്ലം പാർക്ക് സ്കൂൾ, ഹമിദിയ, അജ്മാനിലുള്ള വുഡ്ലം പാർക്ക് സ്കൂളിലേക്കുള്ള വേക്കൻസിയാണ്. ഓഗസ്റ്റ് 2025 സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ചേറെ വേക്കൻസീസ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പം പലരും നമ്മളോട് നേരത്തെ ചോദിച്ചിട്ടുള്ള ഹിന്ദി ടീച്ചർ പൊസിഷൻ, മ്യൂസിക് ടീച്ചർ പൊസിഷൻ, PE ടീച്ചർ പൊസിഷൻ, ഇതെല്ലാം ഈ സ്കൂളിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു പൊസിഷനിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഈ CV ഇമെയിലിലേക്ക് അയക്കുമ്പോൾ നിങ്ങൾ സബ്ജക്ട് ലൈനിൽ ഏത് പൊസിഷനിലാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. ആപ്ലിക്കേഷൻ, പൊസിഷൻ നെയിം ഇങ്ങനെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. പിന്നെ മെയിൽ അയക്കുമ്പം കൃത്യമായിട്ട് ഒരു ഈ പറഞ്ഞ സബ്ജക്ട് ലൈൻ മെൻഷൻ ചെയ്യുക. അതുകൊണ്ട് തന്നെ കൃത്യമായി ഒരു മെയിൽ ബോഡി ടൈപ്പ് ചെയ്ത് വേണം CV അറ്റാച്ച് ചെയ്ത് അയക്കുവാനായിട്ട്. ഇനി നിങ്ങൾക്ക് CV ഇല്ല എങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 8 years ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഫഷണൽ CV അല്ലെങ്കിൽ കവർ ലെറ്ററും നിങ്ങൾക്ക് റെഡിയാക്കി നേടാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ബെൽഡ്രേ ബ്രിട്ടീഷ് സ്കൂളിലേക്കാണ്, അബുദാബിയിലുള്ള. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് സെക്കൻഡറി കെമിസ്ട്രി ടീച്ചർ, സെക്കൻഡറി ഹിസ്റ്ററി, സെക്കൻഡറി ഇംഗ്ലീഷ്, ഹെഡ് ഓഫ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് പൊസിഷൻ ആണ്. ഹെഡ് ഓഫ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് പൊസിഷന് നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സിനെ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. പക്ഷെ മറ്റ് പൊസിഷൻസിന് നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. PGC അല്ല എങ്കിൽ B.Ed മതിയാവും. നിങ്ങൾ നിങ്ങളുടെ CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. CV അയക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ മറക്കരുത്. ഇനിയും അടുത്ത മൂന്നാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് മാത്ത് ടീച്ചർ പൊസിഷൻ ആണ്. അപ്പം മാത്ത് ടീച്ചർ പൊസിഷൻ അവൈലബിൾ ആയിട്ടുള്ള റോസറി സ്കൂളിലാണ്. അപ്പം ഇവിടെ വേണ്ട റിക്വയർമെന്റുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ റിക്വയർമെന്റുകൾ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കുക. ഇവിടെ കൃത്യമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, കാൻഡിഡേറ്റ്സ് വിത്ത് UAE എക്സ്പീരിയൻസ് വിൽ ബി കൺസിഡർ. അതായത് UAE കറന്റ്ലി ടീച്ചിങ് ജോബ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഈ പൊസിഷന് കൺസിഡർ ചെയ്യുന്നത്. ഇനി നാലാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ജെംസ് അമേരിക്കൻ അക്കാഡമി, അബുദാബിയിലേക്കുള്ള വേക്കൻസിയാണ്. ഇവിടെ കുറച്ചേറെ വേക്കൻസി പൊസിഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. മാത്സ് ടീച്ചർ, സയൻസ് ടീച്ചർ, ഫീമെയിൽ PE ടീച്ചർ, IB എക്കണോമിക്സ് ടീച്ചർ. അപ്പം ഈ പൊസിഷൻസിനൊക്കെ നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പൊസിഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അഞ്ചാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് അൽ ഇത്തിഹാദ് നാഷണൽ പ്രൈവറ്റ് സ്കൂൾ ഷഗ്ബോദ്, അബുദാബിയിലെ അൽ ഇത്തിഹാദ് നാഷണൽ സ്കൂളിലേക്കുള്ള വേക്കൻസീസ് ആണ്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള 3 പൊസിഷൻസ് ആണുള്ളത്. ഈ പൊസിഷൻ നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ക്വാളിഫിക്കേഷൻസ് IELTS പറഞ്ഞിട്ടുണ്ട്. ഈ IELTS ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്
ഈ പൊസിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് പ്രിഫറൻസ് കിട്ടും. ഇവിടെ റിക്വയർഡ് ക്വാളിഫിക്കേഷൻസിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് IELTS ഇല്ല എങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവർ പരിഗണിക്കില്ല. അപ്പം നിങ്ങളുടെ ആപ്ലിക്കേഷൻ അയക്കുവാനായിട്ട് നിങ്ങളുടെ CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കുമ്പോൾ സബ്ജക്ട് ലൈനായിട്ട് ടീച്ചിങ് പൊസിഷൻ അക്കാഡമിക് ഇയർ 2025-26 ഏത് സബ്ജക്റ്റിനാണോ ഏത് പൊസിഷനാണോ അപ്ലൈ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. എന്നിട്ട് വേണം ഈ നിങ്ങളുടെ CV ഈ ഇമെയിലിലേക്ക് അയക്കുവാനായിട്ട്. ഇനിയും അടുത്ത 6ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് അൽ മഹാബിബ് മൊവാഹിബ് ബ്രിട്ടീഷ് പ്രൈവറ്റ് സ്കൂളിലേക്കാണ്. ഷാർജയിലുള്ള ഒരു ബ്രിട്ടീഷ് പ്രൈവറ്റ് സ്കൂളാണിത്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പൊസിഷൻസ് സെക്ഷൻ സൂപ്പർവൈസേഴ്സ്, സബ്ജക്ട് കോർഡിനേറ്റേഴ്സ്, ഫീമെയിൽ ടീച്ചേഴ്സിൽ മാത്സ്, സയൻസ്, ഇംഗ്ലീഷ്, ഹോം റൂം ടീച്ചേഴ്സ്, ഫ്രഞ്ച് ലാംഗ്വേജ് ടീച്ചേഴ്സ്, ലേണിംഗ് ഡിസബിലിറ്റി സ്പെഷ്യലിസ്റ്റ്. അപ്പം ഈ പൊസിഷൻസ് എല്ലാം ഫീമെയിൽ കാൻഡിഡേറ്റ്സിനായിട്ടുള്ള പൊസിഷൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒഫീഷ്യൽ ക്വാളിഫിക്കേഷൻസ് UAE എംബസി അറ്റസ്റ്റഡ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ഉണ്ട്, മിനിമം 2 വർഷത്തെ UAE എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ പൊസിഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഇന്റർവ്യൂ നടക്കുന്നത് സൺഡേ 22 ജൂൺ 2025 അപ്പം രാവിലെ 9 മണി ടു 1 മണി വരെയാണ് ഈ ഇന്റർവ്യൂ നടക്കുന്നത്. ഈ സ്കൂളിന്റെ ലൊക്കേഷൻ അറിയാനായിട്ട് ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. ഇനിയും 7ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് വുഡ്ലം ബ്രിട്ടീഷ് സ്കൂളിലേക്കുള്ള വേക്കൻസിയാണ്. ഇവിടെ ഹൈസ്കൂൾ മാത്ത് ടീച്ചറിന്റെ നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലേക്കുള്ള വേക്കൻസിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. വേണ്ട റിക്വയർമെന്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ജോബ് പൊസിഷൻ അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഇനിയും 8ാമത്തെ ജോബ് വേക്കൻസിയിലേക്ക് പോകാം. ഇവിടെ ഇപ്പം ഷാർജ ഇന്റർനാഷണൽ പ്രൈവറ്റ് സ്കൂളിൽ കെമിസ്ട്രി ടീച്ചർ പൊസിഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കെമിസ്ട്രി ടീച്ചർ പൊസിഷൻസ് ഗ്രേഡ് 9, 10th പഠിപ്പിക്കാനുള്ള ടീച്ചർ പൊസിഷൻസും പിന്നെ കെമിസ്ട്രി ടീച്ചർ പ്ലസ് ഹെഡ് ഓഫ് സയൻസ് ഡിപ്പാർട്ട്മെന്റ് ആകാനുള്ള ഒരു പൊസിഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വേണ്ട റിക്വയർമെന്റുകൾ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ റിക്വയർമെന്റുകളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഈ സ്കൂള് ഉള്ളത് ഷാർജയിലാണ്. അപ്പം UK കരിക്കുലം ബ്രിട്ടീഷ് കരിക്കുലം എക്സ്പീരിയൻസ് ഉള്ളവർ തീർച്ചയായിട്ടും ഒരു ജോബ് സ്വിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനിയും 9ാമത്തെ ജോബ് പൊസിഷൻ, ഈ പൊസിഷൻ റിപ്പീറ്റഡ് ആണ്, ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പൊ നമുക്ക് നേരെ അടുത്ത പൊസിഷനിലേക്ക് പോകാം. 10ാമത്തെ ജോബ് പൊസിഷൻ അമേരിക്കൻ സ്കൂൾ കരിക്കുലം ദുബായ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പൊസിഷൻസ് 3 എണ്ണമാണ്. ഇംഗ്ലീഷ് ടീച്ചർ, മാത്സ് ടീച്ചർ, ഇസ്ലാമിക് ടീച്ചർ. അപ്പൊ ഈ പൊസിഷൻസിന് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഈ കൊടുത്തിരിക്കുന്ന ഇമെയിലിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കാവുന്നതാണ്. ഇനിയും 11ാമത്തെ ജോബ് വേക്കൻസി അൽമാജിദ് താലിം ചാർട്ടേഡ് സ്കൂളിലേക്കുള്ള വേക്കൻസിയാണ്. അപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് ഇമീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഇംഗ്ലീഷ് ടീച്ചേഴ്സിന്റെ വേക്കൻസി പൊസിഷനാണ്. മെയിൽ കാൻഡിഡേറ്റ്സിന്റെ പ്രിഫറൻസ് ഉണ്ട്. 2 വർഷത്തിൽ കുറയാത്ത UAE എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് മുൻഗണനയാണ്. നിങ്ങൾക്ക് വേണ്ട ബേസിക് ഗ്രാജുവേഷൻ പ്ലസ് നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചിങ് ഡിഗ്രി ഉണ്ടായിരിക്കണം. ഒന്നുകിൽ PGCE അല്ല എങ്കിൽ B.Ed ഉണ്ടായിരിക്കണം. നിങ്ങളുടെ CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിലിലേക്ക് ഫോർവേഡ് ചെയ്യാവുന്നതാണ്. ഫോർവേഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടും സബ്ജക്ട് ലൈൻ മെൻഷൻ ചെയ്യുക, ഏത് പൊസിഷനാണ് അപ്ലൈ ചെയ്യുന്നത്. അതുകൂടാതെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും നിങ്ങളുടെ ഇമെയിൽ ബോഡിയായിട്ട് എഴുതി വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. പിന്നെ ഈ മെസ്സേജ് ഒക്കെ എഴുതാനായിട്ട് AI ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഇമെയിൽ വായിക്കുന്ന പല പ്രിൻസിപ്പൽമാർക്കും ഇത് മനസ്സിലാകും, നിങ്ങൾ AI ഉപയോഗിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് AI ഒരു റെഫറൻസ് ആയി എടുത്ത് അത് ഈ സബ്ജക്ട് ഈ പറഞ്ഞിരിക്കുന്ന മെസ്സേജ് ഒക്കെ എഴുതി സ്വന്തമായിട്ട് എഴുതുക. ഒരിക്കലും AI എഴുതിയത് കോപ്പി ചെയ്ത് അതേപോലെ ഇട്ട് സെൻഡ് ചെയ്യാതിരിക്കുക. ഇനിയും 12ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത്
അലൈനിലുള്ള ഒരു റെപ്യൂട്ടബിൾ പ്രൈവറ്റ് സ്കൂളിലേക്കുള്ള വേക്കൻസിയാണ്. അപ്പം അലൈൻ അബുദാബി എമിറേറ്റിൽ ഉള്ള ഒരു റീജിയൻ ആണ്. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പൊസിഷൻസ് അത്യാവശ്യം കുറച്ചേറെ പൊസിഷൻസ് അവൈലബിൾ ആണ്. ഈ പൊസിഷൻസിന് വേണ്ട റിക്വയർമെന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റിക്വയർമെന്റുകളൊക്കെ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അയക്കുമ്പോൾ കൃത്യമായിട്ടും ഏത് പൊസിഷനാണ് അപ്ലൈ ചെയ്യുന്നത് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഇനി 13ാമത്തെ ജോബ് വേക്കൻസി ദുബായ് പേസ് ബ്രിട്ടീഷ് സ്കൂളിലേക്കുള്ളതാണ്. ദുബായ് അല്ല, ഷാർജ പേസ് ബ്രിട്ടീഷ് സ്കൂളിലേക്കുള്ളതാണ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പൊസിഷൻസ് ഒക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ പൊസിഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി 14ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഗ്രീൻ ഗ്രാസ് നഴ്സറിയിലേക്കുള്ള പൊസിഷൻ ആണ്. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള 4 പൊസിഷൻസിലേക്ക് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഈ നഴ്സറിയെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ സന്ദർശിച്ച് നിങ്ങൾക്ക് ഈ നഴ്സറിയെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കുന്നതാണ്. ഇനി 15ാമത്തെ ജോബ് വേക്കൻസി വുഡ്ലം പാസ് സ്കൂളിലേക്കുള്ള ജോബ് വേക്കൻസിയാണ്. ദുബായിലെ ബ്രിട്ടീഷ് കരിക്കുലം ഉള്ള ഹാംപ്ടൺ ഹൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ ദുബായിലേക്കുള്ള വേക്കൻസിയാണ്. അപ്പോൾ ഇവിടെ 3 പൊസിഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊരു ലീഡർഷിപ്പ് പൊസിഷൻ ആണ്, ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റി ആണ്. നിങ്ങൾക്ക് റെലവൻറ്റ് ക്വാളിഫിക്കേഷൻ ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ പൊസിഷന്റെ സ്റ്റാർട്ട് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 2025 ആണ്. നിങ്ങളുടെ CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കുക. അയക്കുമ്പോൾ കൃത്യമായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പൊസിഷൻ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഇനിയും അടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് ജെം സ്കൂളിലേക്കാണ്. റാസൽ ഖൈമയിലുള്ള ജെം സ്കൂളിലേക്കാണ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള 3 പൊസിഷൻസ് ആണുള്ളത്. ഈ 3 പൊസിഷൻസിലേക്കുമുള്ള അപ്ലൈ ചെയ്യാൻ വേണ്ട ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ല നിങ്ങൾ ഈ പൊസിഷൻസിന് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിലിലേക്ക് ഇമെയിൽ ചെയ്യാവുന്നതാണ്. ഏതൊക്കെ പൊസിഷനാണ് കറന്റ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ പൊസിഷനാണ് ഇപ്പം ഈ സ്കൂളിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. ഇനി 17ാമത്തെ ജോബ് വേക്കൻസി ഗൾഫ് മോഡൽ സ്കൂൾ ദുബായിലേക്കാണ്. ഈ സ്കൂളിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരള സിലബസ് അല്ല എങ്കിൽ CBSE കരിക്കുലം പഠിപ്പിക്കുന്ന സ്കൂളാണ്. പലരും നമ്മളോട് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേരള സിലബസ് ഉള്ള സ്കൂളിൽ വേക്കൻസി ഉണ്ടോ എന്ന്. അപ്പം ഇതാ ഒരു വേക്കൻസി വന്നിരിക്കുകയാണ് കേരള സിലബസ് ഉള്ള സ്കൂളിൽ. അപ്പം ഇവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ടീച്ചറിന്റെ പൊസിഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. BEd നിർബന്ധമായിട്ടും വേണം. ഇനി എക്സ്പീരിയൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു 3 തൊട്ട് 5 വർഷം വരെ നാട്ടിലോ അല്ല എങ്കിൽ ഇവിടെയോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുവാനായിട്ട് ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. കൃത്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സബ്ജക്റ്റ് അപ്ലൈ ചെയ്യുന്ന പൊസിഷൻ ഏതാണെന്ന് കൃത്യമായിട്ട് സബ്ജക്ട് ലൈനിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പം കേരള സിലബസ് സ്കൂളുകളിലേക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് ഒരു സുവർണ അവസരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉപയോഗപ്പെടുത്തുക. ഇനിയും 18ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് അബുദാബിയിലുള്ള ഒരു സ്കൂളിലേക്കാണ്, അൽ മുറൂജ് സ്കൂളിലേക്കാണ്. അപ്പം ഈ സ്കൂളിലേക്ക് അവൈലബിൾ ആയിട്ടുള്ള 4 വേക്കൻസി പൊസിഷൻസ് ആണുള്ളത്. അപ്പം ഈ വേക്കൻസി പൊസിഷൻസിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് ഈ കൊടുത്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻസും റിക്വയർമെന്റുകളും സാറ്റിസ്ഫൈ ചെയ്യണം. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒന്നുകിൽ സ്പൗസ് വിസയിലോ അല്ല എങ്കിൽ നിങ്ങളുടേതായ വിസയിലുള്ളവരോ ആണ് എങ്കിൽ നിങ്ങൾക്ക് മുൻഗണനയുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു വേക്കൻസിയാണ് ഈ സ്കൂൾ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ കൊടുത്തിരിക്കുന്ന ഇമെയിലിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കാവുന്നതാണ്. ഇനിയും 19ാമത്തെ വേക്കൻസി അൽമാരിഫ് പ്രൈവറ്റ് സ്കൂൾ ദുബായിലേക്കുള്ളതാണ്. ഇവിടെ 3 പൊസിഷൻസ് അവൈലബിൾ ആണ്. ഈ 3 പൊസിഷൻസിനും വേണ്ട റിക്വയർമെന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ റിക്വയർമെന്റുകൾ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയും അടുത്ത വേക്കൻസി IGCSE AS A-level ബയോളജി ടീച്ചറിന്റെ വേക്കൻസിയാണ്. ഇത് ഷാർജയിൽ ഉള്ള ഒരു വേക്കൻസിയാണ്. അപ്പം സ്കൂളിന്റെ പേര് ബ്രില്യൻറ്റ് ഇന്റർനാഷണൽ പ്രൈവറ്റ് സ്കൂൾ. അതൊരു ഇന്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളാണ്. അപ്പം നിങ്ങൾക്ക്
ഈ കൊടുത്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് ഈ ക്വാളിഫിക്കേഷൻസും റിക്വയർമെന്റുകളും എല്ലാം വായിച്ചു നോക്കുക. ഈ കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ടീച്ചിങ് ക്വാളിഫിക്കേഷൻ PGC ഓർ ഇക്വലന്റ്. PGC അല്ല എങ്കിൽ B.Ed, നാട്ടിലത്തെ B.Ed മതി. B.Edഉം നിങ്ങൾക്ക് നാട്ടിലത്തെ B.Ed വെച്ച് ഡയറക്റ്റ് QTSന് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ QTSും കൂടെ ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പൊസിഷനിൽ സക്സസ്ഫുൾ ആകാനായിട്ട് സാധിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി അറിയിക്കുക. തീർച്ചയായിട്ടും മറുപടി തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ സന്ദീപ് സൈനിങ് ഓഫ്. ബൈ ബൈ.